നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. നാളെ തിരുവോണം. നാടാകെ ആഘോഷങ്ങളുടെ ആരവത്തിമിർപ്പിൽ. ഉത്രാടപ്പാച്ചിലിൽ നഗരം തിങ്ങി നിറഞ്ഞു. ജില്ലാതല ഓണവാരാഘോഷ പരിപാടികൾക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ തുടക്കമായി. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേസ് പിൻവലിക്കാൻ പോലീസ് 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായി മർദ്ദനത്തിന് ഇരയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ. വോട്ടർ പട്ടിക ക്രമക്കേട് ആക്ഷേപങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒളിച്ചുകളി നടത്തുന്നതായി CPI. ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിലെ സർവകലാശാലകൾക്ക് മികച്ച നേട്ടം. മികച്ച പൊതു സർവകലാശാലകളിൽ കേരളയ്ക്ക് 5ഉം കുസാറ്റിന് 6ഉം സ്ഥാനം ലഭിച്ചതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. നാളെ നബിദിനം. മദ്രസകളും മസ്ജിദുകളും നബിദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങി. നബിദിനത്തോടനുബന്ധിച്ച് ഘോഷയാത്രകൾ നടക്കും. ദേശീയപാത കയ്പമംഗലത്ത് സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ചാവക്കാട് കടപ്പുറം സ്വദേശി മുഹമ്മദ് അനസാണ് മരിച്ചത്. കൊരട്ടി ചിറങ്ങരയിൽ എക്സൈസ് ഇൻസ്പെക്ടർ സഞ്ചരിച്ച വാഹനത്തിൽ നിന്നും 7 കുപ്പി വിദേശമദ്യവും 50,640 രൂപയും തൃശൂർ വിജിലൻസ് സംഘം പിടികൂടി. ഇരിഞ്ഞാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ ശങ്കറിന്റെ വാഹനത്തിൽ നിന്നാണ് മദ്യവും പണവും പിടികൂടിയത്. വാർത്തകൾ വിശദമായി. നാളെ തിരുവോണം. നാടാകെ ആഘോഷങ്ങളുടെ ആരവത്തിമിർപ്പിലാണ്. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. ഉത്രാടപ്പാച്ചിലിൽ അലിഞ്ഞ് നാടും നഗരവും. സാധനങ്ങൾ വീടുകളിൽ എത്തിക്കാനുള്ള തിക്കും തിരക്കുമായിരുന്നു എല്ലായിടത്തും. രാവിലെ പെയ്ത മഴ ഓണവിപണിയിൽ ആശങ്ക സൃഷ്ടിച്ചുവെങ്കിലും വൈകിട്ടോടെ തൃശൂർ നഗരത്തിൽ തിരക്കേറി. പായസം, റെഡിമെയ്ഡ് സദ്യ എന്നിവയ്ക്കും നല്ല ഡിമാൻഡായിരുന്നു. ഓണക്കോടി എടുക്കുവാനും പൂക്കൾ വാങ്ങുന്നതിനും വൻ തിരക്ക്. അത്തം മുതൽ 10 നാൾ നീളുന്ന ഓണമൊരുക്കത്തിൽ വിപണി ഏറ്റവും സജീവമായ ദിവസമായിരുന്നു ഇന്ന്. നാടാകെ വിവിധ ഓണാഘോഷ പരിപാടികൾ പൊടിപൊടിക്കുകയാണ്. ഓണത്തിനോടനുബന്ധിച്ചുള്ള കുമ്മാട്ടിക്കളിക്കും തുടക്കമായി. നാളെയാണ് തിരുവോണം. വടക്കുംനാഥന്റെ മുൻപിൽ രാമായണ ഫെസ്റ്റിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി കൂറ്റൻ തൃക്കാക്കരയപ്പനെ സ്ഥാപിച്ചു. സമർപ്പണത്തോടനുബന്ധിച്ച് മാതൃസമിതിയുടെ തിരുവാതിരക്കളി, ഭിന്നശേഷി കുട്ടികൾ അവതരിപ്പിച്ച പുലിക്കൊട്ട്, ശ്രീപാർവതിയും ശ്രീലക്ഷ്മിയും അവതരിപ്പിച്ച ഇരട്ട തായമ്പക, ഓണപ്പാട്ടുകൾ എന്നീ കലാരൂപങ്ങൾ അരങ്ങേറി. ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും തൃശൂർ കോർപ്പറേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 5 ദിവസം നീളുന്ന ഓണാഘോഷത്തിന് തുടക്കമായി. തേക്കിൻകാട് മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സബ് കളക്ടർ അഖിൽ വി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. MLA മാരായ AC മൊയ്തീൻ, CC മുകുന്ദൻ, NK അക്ബർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി പനങ്ങാട്ടുകര പുരുഷോത്തമനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം അരങ്ങേറി. തുടർന്ന് വൈകുന്നേരം കൊച്ചിൻ ഹീറോസ് അവതരിപ്പിച്ച തിരുവാതിരക്കളി അരങ്ങേറി. തിരുവോണ ദിവസം രാത്രി 7-ന് കൊച്ചിൻ പോപ്പിൻസ് അവതരിപ്പിക്കുന്ന അമേസിംഗ് കോമഡി വൈബ്,
കലാഭവൻ ഷിനു അവതരിപ്പിക്കുന്ന മിമിക്രി വൺമാൻ ഷോ എന്നിവ അരങ്ങേറും. തുടർന്നുള്ള രാവുകളിൽ ജയചന്ദ്രൻ സ്മൃതി ഗാനസന്ധ്യ, ഗസൽ, സംഗീത വിരുന്ന്, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയവ അരങ്ങേറും. നാലോണനാളിൽ പുലിക്കളിയോടുകൂടി ഓണാഘോഷത്തിന് സമാപനമാകും. ഗുരുവായൂർ ഉണ്ണിക്കണ്ണന് ഭക്തരുടെ തിരുമുൽ കാഴ്ചയായി ഉത്രാടക്കുലകളുടെ സമർപ്പണം നടന്നു. രാവിലെ ശിവേലിക്ക് ശേഷം 7 മണിയോടെയാണ് കാഴ്ചക്കുല സമർപ്പണം തുടങ്ങിയത്. കൊടിമരച്ചുവട്ടിൽ അരിമാവണിഞ്ഞ് നാക്കില വെച്ചതിന് മുകളിൽ മേൽശാന്തി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരി പട്ടിൽ പൊതിഞ്ഞ് ആദ്യ കുല സമർപ്പിച്ചു. തുടർന്ന് ശാന്തിയേറ്റ കീഴ്ശാന്തിമാരും ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയനും ഭരണസമിതി അംഗങ്ങളും സമർപ്പണം നടത്തി. തുടർന്ന് ഭക്തരുടെ ഊഴമായിരുന്നു. നൂറുകണക്കിന് ഭക്തരാണ് കാഴ്ചക്കുല സമർപ്പണത്തിൽ പങ്കാളികളായത്. രാത്രി അത്താഴപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നതുവരെ സമർപ്പണം നടക്കും. ഗുരുവായൂർ ദേവസ്വം കീഴേടമായ നെന്മിനി ശ്രീ ബലരാമക്ഷേത്രത്തിൽ തിരുമുൽ കാഴ്ചയായി ഭക്തരുടെ വക കാഴ്ചക്കുല സമർപ്പണം. ക്ഷേത്ര മേൽശാന്തി ഉമേഷ് നമ്പൂതിരി ആദ്യ കാഴ്ചക്കുല സമർപ്പിച്ചു. തുടർന്ന് നെന്മിനി ക്ഷേത്ര മൂരാളൻ പ്രതിനിധി നീലേഷ്, ഗുരുവായൂർ ക്ഷേത്ര മൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, ഭരണസമിതി അംഗം സി മനോജ്, സാമൂതിരി കോവിലകം പ്രതിനിധി, ക്ഷേത്രം ക്ഷേമസമിതി പ്രസിഡന്റ് പുരുഷോത്തമ പണിക്കർ, സെക്രട്ടറി എ.വി. പ്രശാന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ നേന്ത്രക്കുല സമർപ്പിച്ചതോടെയാണ് ഉത്രാട കാഴ്ചക്കുല സമർപ്പണ ചടങ്ങിന് തുടക്കമായത്. നൂറുകണക്കിന് ഭക്തർ ഭഗവാനെ കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ.ബി. അരുൺകുമാർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അതിക്രൂരമായി കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ CPO സന്ദീപ് നിലവിൽ ജോലി ചെയ്യുന്ന മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പ്രവർത്തകർ തള്ളിമാറ്റാൻ ശ്രമിച്ചതോടെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അൽജോ ചാണ്ടി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പ്രമോദ്, DCC ജനറൽ സെക്രട്ടറി ജയ്ജു സെബാസ്റ്റ്യൻ, TM രാജീവ്, യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ഷൈജു കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച CPO സജീഷിന്റെ മാടക്കത്തറയിലുള്ള വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. മാർച്ച് വീടിന് സമീപം പോലീസ് തടഞ്ഞു. വീടിന്റെ മതിലിൽ വാറന്റ് പോസ്റ്റർ ഒട്ടിക്കാനുള്ള പ്രവർത്തകരുടെ നീക്കം പോലീസ് തടഞ്ഞതിനെ തുടർന്ന് വീടിന് സമീപത്തെ വൈദ്യുതി പോസ്റ്റിലാണ് പോസ്റ്റർ ഒട്ടിച്ചത്. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രമോദിന്റെ നേതൃത്വത്തിൽ 10ഓളം പ്രവർത്തകരാണ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേറ്റ സംഭവത്തിൽ കേസ് പിൻവലിക്കാൻ പോലീസ് 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായി മർദ്ദനമേറ്റ പ്രവർത്തകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനാണ് 2023 ഏപ്രിൽ 5-ന് ക്രൂരമായി മർദ്ദനമേറ്റത്. കുന്നംകുളം പോലീസ് SI ന്യൂമാൻ, CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവരാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത്. സുജിത്തിനെ പോലീസ് സംഘം ചേർന്ന് മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവം വീണ്ടും വിവാദമായിരിക്കുകയാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തൃശൂർ DCC ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതികളായ പോലീസുകാർക്ക് പോലീസ് സേനയിൽ തുടരാൻ യാതൊരു യോഗ്യതയുമില്ല. പ്രതികളായ പോലീസുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റേത്. പോലീസ് കേസ് അന്വേഷിച്ചത് ഭാഗികമായാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. CCTVകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയും മർദ്ദിച്ചു.
പിന്നീട് കള്ളക്കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് പോലീസ് ചെയ്തത്. പോലീസിന്റെ അതിക്രൂരമായ മർദ്ദനത്തിനെതിരെ സുജിത്ത് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. പരാതിയിൽ സത്യസന്ധമായ അന്വേഷണം നടന്നിട്ടില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. തെളിയിക്കുന്നതിന് വേണ്ടി സുജിത്ത് CCTV ദൃശ്യങ്ങളുടെ ഫുട്ടേജ് ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഇപ്പോഴത്തെ തൃശൂർ റേഞ്ച് DIGയും പ്രതികളെ രക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടി. തീവ്രവാദികൾ പോലും ചെയ്യാത്ത ക്രൂരതയാണ് ഒരു ചെറുപ്പക്കാരനോട് പോലീസ് ചെയ്തത്. കണ്ണില്ലാത്ത ക്രൂരത നടത്തിയ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും ഇവർക്കെതിരെ ക്രിമിനൽ കേസ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടു താഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തിരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ നടന്ന ക്രമക്കേടുകളെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിന്മേൽ ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമായ വിവരങ്ങൾ നൽകാതെ ഒളിച്ചുകളി തുടരുകയാണെന്ന് CPI നേതാക്കൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരല്ലാത്ത ആളുകളെ അനധികൃതമായി വോട്ടർമാരാക്കി വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം നടത്തിയതായി ഇതിനോടകം തെളിവുകൾ സഹിതം വിവരങ്ങൾ പുറത്തുവന്നിട്ടും ഇലക്ഷൻ കമ്മീഷൻ യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി CPI തൃശൂർ മണ്ഡലം സെക്രട്ടറിയും LDF ഇലക്ഷൻ കമ്മിറ്റിയുടെ മണ്ഡലം സെക്രട്ടറിയുമായിരുന്ന അഡ്വക്കേറ്റ് KB സുമേഷ് നൽകിയ വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷയിന്മേൽ ലഭ്യമായ മറുപടി സംശയകരമാണെന്നും CPI നേതാക്കൾ പറഞ്ഞു. 2024 നടന്ന ലോക്സഭാ ഇലക്ഷന്റെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ചട്ടവിരുദ്ധമായി, ജനപ്രാതിനിധ്യ നിയമത്തിന് ഘടകവിരുദ്ധമായി ഇലക്ഷൻ കമ്മീഷന്റെ അറിവോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വോട്ടർ പട്ടികയാണ്. അവിടെ ഞങ്ങൾ ഈ വീണ്ടും ആവശ്യപ്പെടുന്നത് ആ വോട്ടർ പട്ടിക റദ്ദാക്കണം എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷന്റെ മുഖമായി പ്രവർത്തിക്കേണ്ട ബൂത്ത് ലെവൽ ഓഫീസർമാർ അവർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതിരുന്നതാണോ അതല്ല ഇലക്ഷൻ കമ്മീഷന്റെ അറിവോട് കൂടിയിട്ടാണോ ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്? ഞങ്ങൾ ആലോചിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ അറിവോട് കൂടിയിട്ടാണ് ഈ ഇരട്ട വോട്ടുകൾ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ പ്രത്യേകിച്ച് തൃശൂർ മണ്ഡലത്തിൽ വ്യാപകമായി ചേർക്കപ്പെടുന്നത്. ഈ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് BJP നേതാക്കൾ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുമ്പോ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയായി തിരിക്കുന്നുണ്ടെങ്കിൽ അത് നിർഭാഗ്യകരമായ കാര്യമാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ പറയുന്നത് ഈ വോട്ടർ പട്ടിക അസ്ഥിരപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുക്കേണ്ട ആളുകൾക്കെതിരെ കേസെടുക്കണം. ഇനിയിപ്പോ ഈ പത്രസമ്മേളനം നടത്തിയതിന്റെ പേരിൽ ഞങ്ങൾക്ക് 3 ആൾക്കെതിരെ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ നോട്ടീസ് അയക്കുകയാണെങ്കിൽ അത് നേരിടും.
പക്ഷേ നോട്ടീസ് അയക്കേണ്ടവർക്ക് നോട്ടീസ് അയക്കാനും കേസെടുക്കേണ്ടവർക്ക് കേസെടുക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവുന്നതാണ് ഞാൻ പറയുന്നത്. 2024 സ്ഥിരതാമസക്കാർ എന്ന വ്യാജേന തൃശൂർ മണ്ഡലത്തിൽ വോട്ട് ചെയ്ത BJP-കാരുടെ വോട്ടുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഇലക്ട്രൽ റോളിൽ കാണുന്നില്ലെന്നും CPI നേതാക്കൾ ചൂണ്ടിക്കാട്ടി. 1950-ലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകളും ചട്ടങ്ങളും പ്രകാരമല്ലാതെ തയ്യാറാക്കിയ അന്തിമ വോട്ടർ പട്ടികയാണ് 2024 തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ്. ആയതിനാൽ പ്രസ്തുത വോട്ടർ പട്ടിക അസ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യം ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരം പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നും CPI നേതാക്കൾ ആവശ്യപ്പെട്ടു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, CPI സംസ്ഥാന കൌൺസിൽ അംഗം VS സുനിൽകുമാർ, CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിലെ സർവകലാശാലകൾക്ക് മികച്ച നേട്ടം. മികച്ച പൊതു സർവകലാശാലകളിൽ കേരള സർവകലാശാലയ്ക്ക് 5ഉം ക്യുസാറ്റിന് 6ഉം റാങ്ക് ലഭിച്ചു. രാജ്യത്തെ മികച്ച കോളേജുകളിൽ തിളക്കമാർന്ന നേട്ടം കൈവരിച്ച തൃശൂരിൽ നിന്നുള്ള കോളേജുകളും. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാദമിക പ്രവർത്തന മികവും പുരോഗതിയും പരിശോധിക്കുന്ന കേന്ദ്ര മാനവശേഷി മന്ത്രാലയത്തിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിലാണ് കേരളത്തിലെ സ്ഥാപനങ്ങൾ മികച്ച നേട്ടം കൈവരിച്ചത്. രാജ്യത്തെ മികച്ച 10 പൊതു സർവകലാശാലകളിൽ 2 കേരളത്തിലാണ് എന്നത് ശ്രദ്ധേയമാണ്. ആദ്യത്തെ 50-ൽ കേരളത്തിൽ നിന്ന് 4 ഇടം പിടിച്ചു. ഓവറോൾ വിഭാഗത്തിൽ 42ഉം യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ 25ഉം സംസ്ഥാന പൊതു സർവകലാശാലകളിൽ 5ാം സ്ഥാനവുമാണ് കേരള സർവകലാശാല കരസ്ഥമാക്കിയത്. ഓവറോൾ വിഭാഗത്തിൽ 50ഉം യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ 32ഉം സംസ്ഥാന പൊതു സർവകലാശാലകളിൽ 6ാം സ്ഥാനവുമാണ് കൊച്ചിൻ സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാല നേടിയത്. മഹാത്മാഗാന്ധി സർവകലാശാല ഓവറോൾ വിഭാഗത്തിൽ 79ഉം യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ 43ഉം സംസ്ഥാന പൊതു സർവകലാശാലകളിൽ 17ാം റാങ്കും നേടി. മികച്ച കോളേജുകളുടെ റാങ്കിങ്ങിൽ ആദ്യ 100-ൽ 18ഉം ആദ്യ 300-ൽ 74 സ്ഥാപനങ്ങളുമാണ് കേരളത്തിൽ നിന്ന് ഇടം നേടിയത്. ആദ്യ 300-ൽ 18 ഗവൺമെന്റ് കോളേജുകളും 56 സ്വകാര്യ കോളേജുകളും ഇടം പിടിച്ചു. ആദ്യ 100-ൽ തൃശൂരിൽ നിന്ന് 4 കോളേജുകളാണ് മിന്നും നേട്ടം കൈവരിച്ചത്. 53ാം റാങ്കോടെ തൃശൂർ സെന്റ് തോമസ് കോളേജും 78ാം റാങ്കോടെ വിമല കോളേജും 83ാം റാങ്കോടെ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജും 87ാം റാങ്കോടെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജുമാണ് ജില്ലയ്ക്ക് അഭിമാനമായത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ മികച്ച ഇടപെടലിന്റെ ഫലമാണ് ഈ നേട്ടമെന്നും സഹായിക്കേണ്ടവരുടെ പിന്നോട്ട് വലിയടക്കമുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ നിലനിന്നിരുന്ന ഈ കാലഘട്ടത്തിലും മികച്ച നേട്ടം കൈവരിക്കാനായത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു തൃശൂരിൽ പറഞ്ഞു. വളരെയധികം പ്രതിസന്ധികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ഈ പ്രവർത്തനങ്ങളെ ആകെ സഹായിക്കേണ്ട കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവം തടസ്സം സൃഷ്ടിക്കുന്ന നിലയുണ്ടായിട്ടും നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ്. അക്കാഡമിക് കമ്മ്യൂണിറ്റിയെ ആകെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. TCV തൃശൂർ. നാളെ നബിദിനം. മദ്രസകളും മസ്ജിദുകളും നബിദിനത്തെ വരവേൽക്കാനായി ഒരുങ്ങി. നബിദിനത്തിന്റെ ഭാഗമായി നാളെ സുബഹി നമസ്കാരത്തിന് ശേഷം മൗലിദ് പാരായണം നടക്കും. തുടർന്ന് മദ്രസകൾ കേന്ദ്രീകരിച്ച് പതാക ഉയർത്തലും കുട്ടികളുടെ നബിദിന റാലിയും നടക്കും. ദഫ്മുട്ട്, സ്കൗട്ട്, അറബനമുട്ട്, കോൽക്കളി, മദ്ഹ് ഗാനങ്ങൾ എന്നിവ റാലിക്ക് കൊഴുപ്പേകും. നബിദിനത്തോടനുബന്ധിച്ച് ഭക്ഷണ വിതരണവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടക്കും. കയ്പമംഗലം 12 ദേശീയപാതയിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ചാവക്കാട് കടപ്പുറം സ്വദേശിയും എടമുട്ടത്ത് താമസക്കാരനുമായ അറയ്ക്കൽ വീട്ടിൽ റഷീദിന്റെ മകൻ 25 വയസ്സുള്ള മുഹമ്മദ് അനസാണ് മരിച്ചത്. ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോയിരുന്ന വലിയ പറമ്പിൽ ബസും എതിരെ വന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. ബസ് ബൈക്കിലിടിച്ചതിന് ശേഷം ഡിവൈഡറിൽ ഇടിച്ചാണ് നിന്നത്. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഓണാവധിക്ക് നാട്ടിലേക്ക് പോവുകയായിരുന്ന ഇരിഞ്ഞാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ ശങ്കറിന്റെ വാഹനത്തിൽ നിന്നും 7 കുപ്പി വിദേശ മദ്യവും 50,640 രൂപയും തൃശൂർ വിജിലൻസ് സംഘം മിന്നൽ പരിശോധനയിൽ പിടികൂടി. ഇരിഞ്ഞാലക്കുട എക്സൈസ് ഇൻസ്പെക്ടറുടെ പരിധിയിലുള്ള ബാർ, ബിവറേജ് എന്നിവിടങ്ങളിൽ നിന്നും കൈക്കൂലിയായി മദ്യവും പണവും വാങ്ങുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. വിജിലൻസ് ഡിവൈഎസ്പി ജിംപോൾ, ഇൻസ്പെക്ടർ ജയേഷ് ബാലൻ, CPOമാരായ വിപീഷ്, സിബിൻ, ശെൽവകുമാർ, സൈജു സോമൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മിന്നൽ പരിശോധന. ശങ്കറിനെയും 2 സുഹൃത്തുക്കളെയും പിന്നീട് വിട്ടയച്ചു.
ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ ശങ്കർ എൻ. അദ്ദേഹം ബ്രൈബ് മണിയായിട്ട് യാത്ര ചെയ്യുന്നതിനുള്ള ഇൻഫർമേഷൻ ലഭിച്ചതിനെ തുടർന്ന് ഇന്ന് സർപ്രൈസ് ചെക്ക് നടത്തുകയും ചിറങ്ങര വെച്ച് സർപ്രൈസ് ചെക്ക് നടത്തുകയും അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 50,640 രൂപ കണ്ടെത്തുകയുണ്ടായി. ഒപ്പം ഒരു 7 മദ്യക്കുപ്പികളും കിട്ടിയിരുന്നു. മദ്യക്കുപ്പികൾക്ക് വൗച്ചറുകളോ റെസീറ്റുകളോ ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് ഇനി അത് ബന്ദോബസ്തെടുത്തിട്ടുള്ളതാണ്. ഇതിനെ തുടർന്ന് ഈ ഡയറക്ടർക്ക് റിപ്പോർട്ട് അയച്ച് ഡയറക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള നടപടികൾ എടുക്കുന്നത്. ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചു. 68 വയസ്സായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം മേധാവിയായി ജോലി ചെയ്തു വരികയായിരുന്നു. കുഴഞ്ഞു വീണതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേകന്നൂർ മൗലവി കേസ്, സൗമ്യ കേസ് അടക്കം സംസ്ഥാനത്തെ ശ്രദ്ധേയമായ പല കേസുകളിലും പോസ്റ്റ്മോർട്ടം നടത്തിയത് ഡോക്ടർ ഷേർലി വാസു ആയിരുന്നു. കേരളം കണ്ട മികച്ച ഫോറൻസിക് വിദഗ്ധരിൽ ഒരാളാണ് ഡോക്ടർ ഷേർലി വാസു. പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകവും എഴുതിയിട്ടുണ്ട്. സിവിൽ സർവീസ് വിദ്യാർത്ഥി കുഴഞ്ഞു വീണു മരിച്ചു. പാലയൂർ സ്വദേശി കാവതിയാട്ട് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന കറുപ്പം വീട്ടിൽ ഏനു മകൻ 24 വയസ്സുള്ള നിഹാലാണ് തിരുവനന്തപുരത്ത് വെച്ച് കുഴഞ്ഞു വീണു മരിച്ചത്. കണ്ണന്റെ പിറന്നാൾ വിളംബരമായി ഗുരുവായൂരിൽ നറുവെണ്ണ സമർപ്പിച്ചു. അഷ്ടമി രോഹിണി ആഘോഷ സമിതിയുടെ നേതൃത്വത്തിലാണ് 301 ഉറിക്കുടങ്ങളിൽ നറുവെണ്ണയും ഉണ്ണിയപ്പവും കണ്ണന് സമർപ്പിച്ചത്. ജന്മാഷ്ടമിയുടെ വരവറിയിച്ച് ക്ഷേത്രനഗരിയെ ഘോഷയാത്ര തിമിർപ്പിലാക്കിയാണ് സമർപ്പണ ചടങ്ങ് നടന്നത്. മമ്മിയൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഘോഷയാത്രയായി എത്തിയാണ് ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെണ്ണ സമർപ്പിച്ചത്. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ ഭദ്രദീപം തെളിയിച്ച് ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. മമ്മിയൂർ മഹാദേവനുള്ള നറുവെണ്ണ കല്ലൂർ ഉണ്ണികൃഷ്ണനും മഹാവിഷ്ണുവിനുള്ള ദ്രവ്യം സുവർണജനുവിനും സമർപ്പിച്ചു. തുടർന്ന് പഞ്ചവാദ്യം, നാഗസ്വരം, രാധാകൃഷ്ണ വേഷധാരികൾ, വർണ്ണപ്പട്ടുകുടങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്രയെ തെക്കേ നടപ്പുര കവാടത്തിൽ എതിരേറ്റ ശേഷം ഗോപുര കവാടത്തിലേക്ക് ആനയിച്ചു. ഗുരുവായൂരപ്പനുള്ള ആദിദ്രവ്യം കലാമണ്ഡലം ഗോപിയിൽ നിന്ന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഏറ്റുവാങ്ങി. ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ഹൈക്കോടതി ജഡ്ജി സ്നേഹലത, ചാവക്കാട് സബ് കോടതി ജഡ്ജി വി വിനോദ്, റിട്ടയർഡ് ജസ്റ്റിസ് സോമരാജൻ, ACP C പ്രേമാനന്ദകൃഷ്ണൻ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, VP ഉണ്ണികൃഷ്ണൻ, V അച്യുതക്കുറുപ്പ് തുടങ്ങിയവർ ദ്രവ്യസമർപ്പണം നടത്തി. സമർപ്പണ ചടങ്ങിനു ശേഷം ഭക്തർക്ക് ഉണ്ണിയപ്പം വിതരണം ചെയ്തു. ഈ മാസം 14-ന് അഷ്ടമി രോഹിണി ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ ഗുരുഭവനപുരിയെ അമ്പാടിയാക്കുന്ന ആഘോഷ പരിപാടികൾ നടക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. മേലൂരിൽ കഞ്ചാവുമായി 2 പേരെ തൃശൂർ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. മേലൂർ കുവക്കാട്ടുകുന്ന് സ്വദേശികളായ മാന്തട്ടിൽ വീട്ടിൽ ഹരിസുധൻ, ചെമ്പിക്കാടൻ വീട്ടിൽ വിഷ്ണുവർദ്ധനൻ എന്നിവരാണ് അറസ്റ്റിലായത്. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത്. പണം കൊടുക്കാത്തതിനെ കത്തിവീശി ആക്രമിക്കാൻ ശ്രമിച്ച കുപ്രസിദ്ധ ഗുണ്ട അറസ്റ്റിൽ. എടത്തുരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ ജിനേഷിനെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പുളിഞ്ചോട് സെന്ററിൽ വെച്ച് എടത്തുരുത്തി മേപ്പുറം സ്വദേശി പറശ്ശേരി വീട്ടിൽ വിനീതിനോട് പണം ആവശ്യപ്പെടുകയും കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്തിൽ അസഭ്യം പറയുകയും കത്തിയെടുത്ത് ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. CSB ബാങ്ക് സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പട്ടിണി സമരം നടത്തി. CSB ബാങ്ക് വിൽപ്പനയിലെ ഗൂഢാലോചനകളെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും ഉന്നതതല അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ജീവനക്കാരും കുടുംബാംഗങ്ങളും ചേർന്ന് പട്ടിണി സമരം സംഘടിപ്പിച്ചത്. ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളായ UP ജോസഫ്, KP രാജേന്ദ്രൻ, സുന്ദരൻ കുന്നത്തുള്ളി, T നരേന്ദ്രൻ, SS അനിൽ, N സനിൽ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ആ വിശ്വാസമല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് പോരാട്ടം ശക്തിപ്പെടുക. ദിവസം പാർലമെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ സംഘടനകളും വന്ന് പാർലമെൻറ്റിലേക്ക് മാർച്ചാണ്. എന്നിട്ടൊരു നിവേദനം കൊടുക്കാൻ പറയും.
നമ്മൾ പോവും, മന്ത്രിമാരെ കണ്ട് നിവേദനം കൊടുക്കും, അവരതവിടെ വാങ്ങി വയ്ക്കും. അവർക്ക് മനസ്സിലപ്പം തന്നെ നീ പൊക്കോന്നുള്ള അപ്പം തന്നെ എനിക്ക് മനസ്സിലാക്കും, ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനൊരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ പ്രതിസന്ധിയിൽ തളരാതെ നമുക്ക് ആവേശകരമായിട്ട് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായി ഈ പട്ടിണി സമരം മാറട്ടെ എന്ന് ആഗ്രഹിച്ചു. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ ക്രിസ്ത്യൻ എയ്ഡഡ് മാനേജ്മെന്റുകളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ വിവേചനത്തിനെതിരെ വരും തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ പ്രതികരണമുണ്ടാകുമെന്ന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റിനോടുള്ള സർക്കാരിന്റെ വിവേചനത്തിനെതിരെ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകരും അനധ്യാപകരും ചേർന്ന് ഉത്രാടനാളിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടത്തിയ പട്ടിണിക്കഞ്ഞി സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടീച്ചേഴ്സ് ഗിൽഡ് അതിരൂപത പ്രസിഡന്റ് AD സാജു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യു, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, NP ജാക്സൺ തുടങ്ങിയവർ സംസാരിച്ചു. 5ാം വാർഷികം ആഘോഷിക്കുന്ന തൃശൂർ പള്ളിക്കുളം റോഡിലെ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാഘോഷം വർണ്ണാഭമായി. പൊന്നോണത്തിനൊപ്പം ഉപഭോക്താക്കളെയും വരവേൽക്കുന്നതായി ഷോറൂമിന് മുന്നിൽ ജീവനക്കാർ ഒരുക്കിയ മനോഹരമായ ഓണപ്പൂക്കളം. മലയാളത്തനിമ വിളിച്ചോതിയെത്തിയ ഷോറൂമിലെ മങ്കമാർ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും കൈക്കൊട്ടിക്കളിയും ആഘോഷത്തിന്റെ പൊലിമ കൂട്ടി. കൂടാതെ വിവിധ ഓണപരിപാടികളും അരങ്ങേറി. ശേഷം വിഭവസമൃദ്ധമായ ഓണസദ്യ കൂടിയായതോടെ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാഘോഷങ്ങൾക്ക് പകിട്ടുകൂടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തൃശ്ശൂരിന്റെ സ്വന്തം ഡിസൈനർ ഹോൾസെയിൽ ജ്വല്ലറിയായി മാറാൻ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനായി. ഈ ഓണക്കാലത്തും നിരവധി ഓഫറുകളാണ് എലിസ്റ്റ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. തിരുവോണനാൾ വരെ 1 പവൻ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ 555 രൂപയുടെ കിഴിവ്. തിരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങൾക്കും എല്ലാ ഡയമണ്ട് ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50%, എല്ലാ വെള്ളി ആഭരണങ്ങൾക്കും 25% കിഴിവ്. നറുക്കെടുപ്പിലൂടെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV തുടങ്ങിയ ഗൃഹോപകരണങ്ങളും എല്ലാ പർച്ചേസുകൾക്കും സർപ്രൈസ് ഗിഫ്റ്റുകളും. 5% മാത്രം നൽകി 1 മാസത്തേക്ക് അഡ്വാൻസായി ബുക്ക് ചെയ്യാനും കൂടുതൽ ലാഭകരമായി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാനുള്ള അവസരവും എലിസ്റ്റ നൽകുന്നു. ഇതിനു പുറമെ എലിസ്റ്റ ഗോൾഡൻ ഡ്രീംസ് മന്ത്ലി പ്ലാനിൽ അംഗമായാൽ പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുമാകും. പുരുഷന്മാർക്കും വനിതകൾക്കുമായി പ്രത്യേക സിഗ്നേച്ചർ സിൽവർ ജ്വല്ലറി കളക്ഷനും ഷോറൂമിൽ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കുകയാണ്. അതോടൊപ്പം എലിസ്റ്റയും ഓണം ആഘോഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും വൈഡ് വെറൈറ്റി ഓഫ് ഓഫറുകൾ നൽകുന്നുണ്ട്. എല്ലാ മലയാളികൾക്കും എലിസ്റ്റയുടെ കസ്റ്റമേഴ്സിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഓൺലൈനിൽ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു. ഇരിഞ്ഞാലക്കുട ഊളക്കാട് ആസാദ് റോഡ് സ്വദേശി പയ്യപ്പള്ളി വീട്ടിൽ സലീഷിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശി ചന്ദന വീട്ടിൽ ഡാച്ചുവിന്റെ പരാതിയിലാണ് അറസ്റ്റ്. ഷിപ്പ് ഹീറോ എന്ന കമ്പനിയിൽ പാർട്ട് ടൈം ജോലി നൽകാമെന്ന് പറഞ്ഞ് 8,67,740 രൂപ കമ്പനിയുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയച്ച് വാങ്ങിയായിരുന്നു തട്ടിപ്പ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം.
നാലോണനാളിൽ തൃശൂരിൽ പുലിയിറക്കം. പുലിമടകളിലെ പുലിയൊരുക്കം മുതൽ മുഴുവൻ ചടങ്ങുകളും TCVയിൽ തത്സമയം. സെപ്റ്റംബർ 8 രാവിലെ 9 മുതൽ. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. അയ്യന്തോൾ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണപ്പൂക്കളമിടൽ, ഓണസദ്യ എന്നിവയ്ക്ക് ശേഷം ആശുപത്രി ഹാളിൽ നടന്ന ആഘോഷ പരിപാടികളിൽ ജീവനക്കാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തിരുവാതിരക്കളി, ഗ്രൂപ്പ് ഡാൻസ്, ഗാനാലാപനം, നാടൻ പാട്ട് തുടങ്ങിയ കലാപരിപാടികൾ അവതരിപ്പിച്ച് ജീവനക്കാരും മാനേജ്മെന്റ് അംഗങ്ങളും ഓണാഘോഷത്തിന്റെ ആഹ്ലാദം നെഞ്ചേറ്റി. ഓണത്തോടനുബന്ധിച്ച് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിൽ കണ്ണട ഒഴിവാക്കാനുള്ള ലാസിക് പരിശോധന സൗജന്യമാണ്. 1500 രൂപ വില വരുന്ന ലാസിക് മൂല്യനിർണ്ണയവും സ്കാനിങ്ങും സൗജന്യമാണ്. പ്രമേഹ രോഗികൾക്ക് സൗജന്യ കൺസൾട്ടേഷനും ഒരുക്കിയിട്ടുണ്ട്. അമ്പാടി സ്കാൻ MD ഡോക്ടർ അമ്പാടി രാമകൃഷ്ണൻ, ഡോക്ടർ റാണി മേനോൻ, മാനേജിംഗ് ഡയറക്ടർ പാർവതി R മേനോൻ, ജനറൽ മാനേജർ അജിത് കുമാർ, സെന്റർ മാനേജർ മനീത സുജിത്, മാർക്കറ്റിംഗ് മാനേജർ ചിഞ്ചു സുധീഷ്, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. അപ്പോയിന്റ്മെന്റിന് 9846878222 9207758916. ചേലക്കരയിൽ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച പ്രതിയെ പോലീസ് പിടികൂടി. പട്ടിക്കാട് സ്വദേശി വിപിനാണ് അറസ്റ്റിലായത്. ചേലക്കര പങ്ങാരപ്പള്ളി തോട്ടുപാലം സ്വദേശി ഓരമ്പത്ത് വീട്ടിൽ ഷിബിന്റെ 20,000 രൂപ വില വരുന്ന റബ്ബർ ഷീറ്റുകളാണ് മോഷ്ടിച്ചത്. SHO K സതീഷ്, SIമാരായ അരുൺകുമാർ, അബ്ദുൽ സലീം തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നൂതനമായ ഹൈടെക് സൗകര്യങ്ങളോടൊപ്പം ഹൈജീനിക് ഫെസിലിറ്റികളും ഉറപ്പു നൽകുന്ന ഏറ്റവും വലിയ സലൂൺ ചെയിൻ ആയ ടുലിപ്സ് തൃശൂർ സിറ്റി സെന്ററിൽ വർണ്ണാഭമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ആഘോഷവേളകളുടെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത 20 പേർക്ക് 5000 രൂപ വെച്ച് ഓണസമ്മാനമായി നൽകി. ടുലിപ്സ് മാനേജ്മെന്റ് അംഗങ്ങളും സ്റ്റാഫുകളും സംയുക്തമായി ഒരുക്കിയ പൂക്കള മത്സരവും ഓണാഘോഷ പരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി. ഷിബു ടുലിപ്സ്, മാളവിക ശിവകുമാർ, അനന്തു ചന്ദ്രൻ, ജനറൽ മാനേജർ GR രഹന, മാനേജർ മോവിത, സബിത എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി എല്ലാവർക്കും ഷിബു ടുലിപ്സിന്റെ സാന്നിധ്യത്തിൽ ഫെസ്റ്റിവൽ അലവൻസ് നൽകി. ഓണം പ്രമാണിച്ച് പ്രത്യേക ഓഫറുകൾ, ആകർഷകമായ ഡിസ്കൗണ്ട് എന്നിവ ഏറ്റവും മികച്ച പ്രോഡക്റ്റുകളിലും സർവീസുകളിലും ടുലിപ്സ് ഒരുക്കിയിരിക്കുന്നു. ടുലിപ്സിൽ ഗ്രൂം മേക്കപ്പ് 3999 രൂപയ്ക്കും ബ്രൈഡൽ മേക്കപ്പ് 7999 രൂപ ഓഫർ പ്രൈസിലും ചെയ്തു കൊടുക്കുന്നു. 1800 വെല്ല ഹെയർ സ്പാ വെറും 999 രൂപയ്ക്ക് നൽകുന്നു. സുകുമാരീസിന്റെ ഗ്ലോ വൈറ്റ് ഫേഷ്യലും ബയോ വൈറ്റനിങ് ഫേഷ്യലും 40% ഓഫർ പ്രൈസിൽ ചെയ്തു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 7736408363 9744524363. കഴുത്തിൽ കയർ കുടുങ്ങി നരകയാതനയിൽ കഴിഞ്ഞിരുന്ന തെരുവുനായ്ക്ക് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ രക്ഷകനായി. തൊഴിയൂർ ICA കോളേജ് പരിസരത്ത് 2 മാസത്തോളമായി കരളലിയിപ്പിക്കുന്ന കാഴ്ചയായി കഴിഞ്ഞിരുന്ന തെരുവുനായയെയാണ് പ്രബീഷ് രക്ഷിച്ചത്. പ്ലാസ്റ്റിക് കയർ കുടുങ്ങിക്കിടന്ന കഴുത്തിനു ചുറ്റും ആഴത്തിൽ വ്രണമായി പുഴുക്കളരിച്ചിരുന്നു. ദുർഗന്ധവും രൂക്ഷമായിരുന്നു. ദയനീയ കാഴ്ച കണ്ട് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു.
ഫയർഫോഴ്സിന്റെ നിർദ്ദേശപ്രകാരം പ്രബീഷ് 2 മാസത്തോളമായി നായയെ പിടികൂടാനുള്ള ശ്രമത്തിലായിരുന്നു. ആളുകളെ കാണുമ്പോഴേക്കും ഓടി രക്ഷപ്പെട്ടിരുന്നതിനാൽ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ഏറെ പരിശ്രമിച്ചതിന് ശേഷം വല ഉപയോഗിച്ച് നായയെ പിടികൂടി കഴുത്തിലെ കയർ നീക്കം ചെയ്തു. പ്രാഥമിക ചികിത്സയും നൽകിയാണ് നായയെ സ്വതന്ത്രനാക്കിയത്. പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ ക്യാൻസർ രോഗികൾക്കുള്ള സഹായധനം വിതരണം ചെയ്തു. ഡി സ്ക്വയർ വില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ നടന്ന ചടങ്ങിൽ വിഷ്ണുമായ മഠം ചാരിറ്റബിൾ ട്രസ്റ്റ് ക്യാൻസർ രോഗികളായ 30 പേർക്ക് 5001 രൂപ വീതം 1,50,000 രൂപ വിതരണം ചെയ്തു. ധനസഹായ വിതരണ ചടങ്ങ് മഠാധിപതി ഷെറിൻ പൊയ്യാറ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മഠാധിപതി ഷെറിൻ പൊയ്യാറയുടെ സഹധർമ്മിണി രമ്യ ഷെറിൻ, മകൾ നക്ഷത്ര ഷെറിൻ, മകൻ സൂര്യതേജസ് ഷെറിൻ, വിശിഷ്ടാതിഥികളായി രവി തളവരി, വിനോദ് തീയം എന്നിവരും ധനസഹായ വിതരണ ചടങ്ങിൽ പങ്കെടുത്തു. വാഴാനി ഓണം ഫെസ്റ്റിനോടനുബന്ധിച്ച് KSRTCയുടെ പ്രത്യേക സർവീസായ ഓണയാത്രയ്ക്ക് തുടക്കമായി. ഒട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് MLA സേവ്യർ ചിറ്റിലപ്പള്ളി ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. 10 ദിവസം നിയോജകമണ്ഡലത്തിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ബസ് എത്തും. ഉച്ചതിരിഞ്ഞ് തൃശ്ശൂരിൽ നിന്നും ആരംഭിക്കുന്ന സർവീസ് അത്താണി, പറമ്പായി വഴി പൂമല ഡാമിലെത്തും. തിരിച്ച് അഞ്ചീട്ടി വഴി ചെപ്പാറ, നായരങ്ങാടി, കുറാഞ്ചേരി, എങ്കക്കാട് വഴി വാഴാനിയിൽ എത്തിച്ചേരും. തുടർന്ന് വടക്കാഞ്ചേരിയിലേക്കും വാഴാനിയിലേക്കും 6 സർവീസുകൾക്ക് ശേഷം രാത്രി 9:30 ബസ് തൃശ്ശൂരിലേക്ക് മടക്കയാത്ര നടത്തും. നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ അധ്യക്ഷനായി. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർപേഴ്സൺ NK പ്രമോദ് കുമാർ, VC സജീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയിലെ മുൻനിര ആഭരണ ബിസിനസ് ഗ്രൂപ്പായ ജോസ്കോ ജ്വല്ലേഴ്സിന്റെ തൃശൂർ പാലസ് റോഡിലെ ജോസ്കോ ഗോൾഡ് ടവറിലെ സ്റ്റാഫുകളുടെ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ജോസ്കോ ജ്വല്ലേഴ്സ് തൃശൂർ ഡിവിഷണൽ ജനറൽ മാനേജർ സനോജ് P. ജോസ് ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാർ ചേർന്ന് ഷോറൂമിൽ ഓണപ്പൂക്കളം ഒരുക്കി ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് സോങ്, തിരുവാതിരക്കളി, യുഗ്മഗാനം, ഓണം മൂഡ് സോങ്, ജോസ്കോ ഓണം സോങ് എന്നിവയുടെ അകമ്പടിയോടെ ട്വിസ്റ്റ് ഡാൻസ്, വടംവലി മത്സരം, ആർപ്പോ ഇറോ, കസേരകളി തുടങ്ങിയ ആഘോഷ പരിപാടികൾ അരങ്ങേറി. സീനിയർ സെയിൽസ് ഹെഡ് KT സന്തോഷ്, PM ആന്റൺ, TV ജോൺ, ജോൺ ജോയ്, ഫാബിൻ, അനിൽകുമാർ, PRO എഡ്വിൻ ജോസ് തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാപ്പ നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ചതിന് സ്റ്റേഷൻ റൌഡിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര താന്യം സ്വദേശി ചാഴുപുരയ്ക്കൽ വീട്ടിൽ കാർത്തികാണ് അറസ്റ്റിലായത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9,795 രൂപ, പവന് 78,360 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. നാളെ തിരുവോണം, നാടാകെ ആഘോഷങ്ങളുടെ ആരവത്തിമുറുപ്പിൽ. ഉത്രാടപ്പാച്ചിലിൽ നഗരം തിങ്ങി നിറഞ്ഞു. ജില്ലാതല ഓണം വാരാഘോഷ പരിപാടികൾക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ തുടക്കമായി. യൂത്ത് കോൺഗ്രസ് മുല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേസ് പിൻവലിക്കാൻ പോലീസ് 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. വോട്ടർ പട്ടിക ക്രമക്കേട് ആക്ഷേപങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒളിച്ചുകളി നടത്തുന്നതായി CPI. ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിലെ സർവകലാശാലകൾക്ക് മികച്ച നേട്ടം. മികച്ച പൊതു സർവകലാശാലകളിൽ കേരളയ്ക്ക് 5ഉം ക്യുസാറ്റിന് 6ഉം റാങ്ക് ലഭിച്ചതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു. നാളെ നബിദിനം. മദ്രസകളും മസ്ജിദുകളും നബിദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങി. നബിദിനത്തോടനുബന്ധിച്ച് ഘോഷയാത്രകൾ നടക്കും. ദേശീയപാത കയ്പമംഗലത്ത് സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ ആയ ചെറുപ്പക്കാരൻ മരിച്ചു. ചാവക്കാട് കടപ്പുറം സ്വദേശി മുഹമ്മദ് അനസാണ് മരിച്ചത്. കൊരട്ടി ചിറങ്ങരയിൽ എക്സൈസ് ഇൻസ്പെക്ടർ സഞ്ചരിച്ച വാഹനത്തിൽ നിന്നും 7 കുപ്പി വിദേശമദ്യവും 50,640 രൂപയും തൃശൂർ വിജിലൻസ് സംഘം പിടികൂടി. ഇരിഞ്ഞാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ ശങ്കറിന്റെ വാഹനത്തിൽ നിന്നാണ് മദ്യവും പണവും പിടികൂടിയത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.